ഞങ്ങളിന്ന് ഓസ്റ്റർലി പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലേക്ക് വന്നേക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സൺലൈറ്റൊക്കെ തീരാൻ പോവാണ്. സൺലൈറ്റുള്ള അവസാനത്തെ കുറച്ച് ആഴ്ചകളിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഒന്നും കൂടെ ഒരു ലാസ്റ്റ് ഒരു ഗാർഡൻ വാക്കും ഒക്കെ നോക്കാമെന്ന് വെച്ച് വന്നേക്കാൻ. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളുടെ ഉദ്ദേശം ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യുക, റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബാക്കി കാണാം. Summer ending, but not okay about winter starting. Why? Winter is also a beautiful Winter season. is way too cold. So what? And summer is way too hot. വെറുതെ നടക്കാൻ വേണ്ടി വന്ന ഞങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെയായിരുന്നു ഈ സൈക്കിളിൻ്റെ ഒരു റെൻറ്റൽ ഷോപ്പ് കണ്ടത്. അത് കണ്ടതോടുകൂടി ഭയങ്കര എക്സൈറ്റഡായി. ഇവിടെ വന്നേ പിന്നെയാണെങ്കിൽ ഞങ്ങൾ ആരും സൈക്കിളും ചവിട്ടിയിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ സൈക്കിൾ റെൻറ്റലിന് എടുക്കാമെന്നും പറഞ്ഞ് ഐക്കിക്ക് ഒരു പ്രോപ്പർ സൈക്കിൾ എടുത്തു. എല്ലയ്ക്കാണെങ്കിൽ ഒരു ബാലൻസിങ് വീല് പോലത്തെ ഒരു കുട്ടി സൈക്കിൾ എടുത്തു. അത് കിട്ടിയോടുകൂടി പിന്നെ പിള്ളേർ നിലത്തൊന്നുമല്ല, ഭയങ്കര എക്സൈറ്റഡാണ്. Okay, go there. പിള്ളേർക്ക് മാത്രം എടുത്താൽ മതി, ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള പ്ലാനിലായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവരെന്തോ ഓഫറൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് അനു പറഞ്ഞു നമുക്ക് സാമിനെയും കൊണ്ട് ചവിട്ടാൻ പറ്റുന്ന 2 പേർക്കും കൂടി ഇരുന്ന് ചവിട്ടാൻ പറ്റുന്ന സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അതും എടുത്തു. ഇത് എനിക്കും ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനത്തെ. അപ്പം ബേസിക്കലി എന്താ പറയുക, 3 ചക്രമുള്ളൊരു സാധനം. അതിലത്തെ ഒരാളുടെ കയ്യിലാണ് കൺട്രോൾ, മറ്റേ ആൾ ജസ്റ്റ് ചവിട്ടാൻ സപ്പോർട്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരിക്ക് ഡയറക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഒരാൾ. സ്റ്റോപ്പ് ചെയ്യാൻ നോക്കരുത്, ഓൾവേസ് യൂസ് ദ ബ്രേക്സ്. Go, go, go. നമ്മളെപ്പോഴും ഗാർഡൻ വാക്ക് എന്ന് പറഞ്ഞ് വരും, വന്നിട്ട് ഇങ്ങനെ ചുമ്മാ കുറേ നടക്കും, കുറേ ഇരിക്കും, അങ്ങനെയൊക്കെ ആയതിൽ വിട്ട് ഇങ്ങനൊരു സൈക്ലിംഗ് എക്സ്പീരിയൻസ് ആദ്യം ആയതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡാണ്. ഞങ്ങൾക്ക് ആർക്കും മടുക്കൊന്നുമില്ല. ഈ ചവിട്ടി കാല് വേനെടുക്കണ്ടെന്നുള്ളത് വെച്ചാൽ പക്ഷെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. ആർക്കും ഒരു മടിയില്ല, മതി പോവാന്നുള്ളതൊന്നുമില്ല. Go straight. Then we can come back later. ശക്തി പോരല്ല. അതാ പറഞ്ഞേ. അതാ അധികം ഫിഷ് വരും. ഞങ്ങൾ ചവിട്ടുന്ന ഈ 3 ചക്ര സൈക്കിളാണെങ്കിൽ നമ്മൾക്ക് സൈക്കിള് നമ്മൾ ചവിട്ടുന്നതിൻ്റെ മുമ്പിൽ ഫ്രണ്ട് വീലായിട്ടുള്ള ഒരു പരിചയത്തിൽ നമ്മളത് ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ, കാരണം വെച്ചാൽ നടുക്കിലായിട്ടാണല്ലോ വീലിരിക്കുന്നത്, ഒരു ഡിഫറൻസാണ്. നമുക്കതിങ്ങനെ ആദ്യം നമുക്കതിൻ്റെ ഒരു ക്ലച്ച് കിട്ടില്ല. നമ്മൾ വിചാരിക്കണോടത്തേക്ക് എല്ലാ സൈക്കിൾ പോകണമെന്നൊരു തോന്നലുണ്ടാവും. എല്ലാവരുടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ മറ്റേ ബാലൻസ് വീലാണ്. കാലുകൊണ്ട് ഇങ്ങനെ തുഴഞ്ഞ് വരണല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മതിയായി. അവളിങ്ങനെ പതുക്കെ നമ്മുടെ ഒപ്പം എത്തുന്നില്ല. അപ്പോൾ അവസാനം അവളോട് ഇതിൽ കയറി ഇരുന്നോളാം. അങ്ങനെ അവളുടെ സൈക്കിൾ നമ്മൾ കയറ്റി വെച്ച് അവളും കയറി ഇരുന്നു. 4 പേര് കൂടിയിട്ടാണ് ചവിട്ടലാക്കി മാത്രം സൈക്കിളുമേ. ഇതൊരു കയറ്റായിരുന്നു. കുറേ നാളായിട്ട് സൈക്കിൾ ചവിട്ടണ്ടേ, കാലൊക്കെ ഇങ്ങനെ കഴച്ചെടുക്ക. നല്ല രസം. ഐക്കിയാണെങ്കിൽ ഇത്രയും നാളായിട്ട് ഇവിടെ വന്നിട്ട് അവന് സൈക്കിൾ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത്രയും നാൾ സൈക്കിൾ ചവിട്ടാണ്ട് അവനാണ് ഇച്ചിരി മറന്നു തുടങ്ങി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു ഹിക്കപ്പ് ഉണ്ടായി, പക്ഷെ ഇപ്പോൾ ചവിട്ടി തുടങ്ങിയപ്പോൾ അവൻ ഓക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ചില സ്കില്ലുകൾ നമ്മൾ പറയില്ലേ, സൈക്ലിങ് ഡ്രൈവിംഗ് ഒന്നും നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ മറക്കില്ല എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. Let's go, Ella. Let's go.
സമ്മർ ഡേ ആയതുകൊണ്ട് തന്നെ ആൾക്കാരുണ്ട്. മിക്കവാറും പേരിങ്ങനെ നടക്കാൻ പട്ടികളെയും കൊണ്ട്, കുറേ പേരൊക്കെ ഇതുപോലെ സൈക്കിൾ റെൻറ്റിന് എടുത്തവരുണ്ട്. നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പട്ടികളെ വരുമ്പോൾ പേടിയും, അപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം മിക്കവാറും ഞങ്ങൾ ചവിട്ടുന്നതിൻ്റെ അടുത്ത പരിസരത്തായിട്ട് ഫ്രണ്ടിലോ ബാക്കിലോ ഒരു ഇച്ചിരി ഡിസ്റ്റൻസിലായിട്ട് പിള്ളേരോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അവരാദ്യം ഫസ്റ്റ് എത്തും, ഞങ്ങളെത്തും, ഒരു റേസിങ് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു ഡേ. To the right, everybody. Good. Doody. Go. Mela pokota. Ani നമുക്ക് വണ്ടി തിരിച്ചു കൊടുത്താൻ പോയല്ല. അവറിനാണ് ഞങ്ങൾ റെൻറ്റിന് എടുത്തത് സൈക്കിൾസ്. അപ്പോൾ ആദ്യം വിചാരിച്ചു ആകെ 1 മണിക്കൂറേ ഉള്ളൂ എന്ന്. പിന്നെ മനസ്സിലായി ചവിട്ടി കാലൊരു പഞ്ചറായി മനസ്സിലായി 1 മണിക്കൂറൊക്കെ അത്യാവശ്യം ചവിട്ടാറുണ്ടെന്ന്. അപ്പോൾ ആദ്യം വിചാരിച്ചു വണ്ടി തിരിച്ചു കൊടുത്തിട്ട് ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോലും, എന്നിട്ട് വന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന്. കാരണം വെച്ചാൽ വിശപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പുറത്തിറങ്ങിയ വിശപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. പിന്നെ ഓർത്തു എന്തായാലും ലേറ്റായി, 1 അവർ ഇച്ചിരി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് 2 അവറിൻ്റെ ഫീസ് കൊടുക്കേണ്ടി വരും. എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ ഇരുന്ന് പിന്നെ കഴിക്കാൻ തുടങ്ങി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിൾ റിട്ടേൺ ചെയ്യാമെന്നും പറഞ്ഞ് അയാളുടെ അടുത്ത് ചെന്നപ്പോൾ അയാൾ പിള്ളേരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, സമയമൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഒരു റൗണ്ടും കൂടെ പോയിക്കോ, മതിയാവളം ചവിട്ടിയിട്ട് തിരിച്ചു തന്നാൽ മതി എന്ന്. അത് കേട്ടപ്പോൾ പിന്നെയും സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ കുടുംബത്തോടെ പിന്നെ ഇറങ്ങി വീണ്ടും വേറെ വഴിക്കൂടെയൊക്കെ കുറേ ചവിട്ടി വീണ്ടും കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം. സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എപ്പോഴും ഒരു നാഷണൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിന് നടുക്കിലൊരു വീടുണ്ടാവും, ഗാർഡനിൽ നടക്കാന്ന് വെച്ചിട്ടാണ്. ഇവിടെ വന്നപ്പോഴാണ് ഈ സൈക്കിൾ ഹയർ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലത്തെ നൊസ്റ്റാൾജി ഉണർന്നു. ഞാനായാലും വർഷങ്ങളായി സൈക്കിളെ ചവിട്ടിയിട്ട്, ഞാനിപ്പോൾ ആക്ച്വലി ബാലൻസ് ഉള്ള സൈക്കിളൊന്നും അല്ല ചവിട്ടിയത്, എന്നാലും ചവിട്ടിയിട്ട് കുറേ നാളായി, അവനും കുറേ നാളായി. അപ്പോൾ എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയി. ചെയ്തു. വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ചെയ്തില്ല. ഹൗസിൻ്റെ ഉള്ളിലേക്കും പോയില്ല, ഗാർഡനിലേക്കും പോയില്ല. നമ്മൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഓടിച്ചോടിച്ച് നടന്നു. നല്ല രസമായിരുന്നു ശരിക്കും. എന്താ പറയുക, ഇതുവരെ പോയ നാഷണൽ ട്രസ്റ്റിൽ പിള്ളേർ എൻജോയ് ചെയ്ത് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ സൈക്ലിങ് കിട്ടിയെന്നുള്ളത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ആയിരുന്നു. അങ്ങനെ ഗാർഡൻ വാക്കിന് വന്ന് ഗാർഡൻ സൈക്കിൾ ചെയ്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഡേ. അപ്പോൾ അതുപോലെ നിങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഫാമിലിയായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി അടിച്ചു പൊളിക്കൂ. ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.